സ്പിരിറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 871 ദിവസം. ഹോശയുടെ പുസ്തകം 11 അധ്യായം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നുപോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടി എല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്ക് ആയിരുന്നു. ഞാൻ അവർക്ക് തീൻ ഇട്ടുകൊടുത്തു. അവൻ മിസ്രയീം ദേശത്തേക്ക് മടങ്ങിപ്പോകുകയില്ല. എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സിലായിക കൊണ്ട് അശ്ശൂര്യൻ അവന്റെ രാജാവാകും. അവരുടെ ആലോചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിന്മേൽ വീണു. അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ച് ഒടുക്കിക്കളയും. എന്റെ ജനം എന്നെ വിട്ട് പിന്തിരിവാൻ ഒഴുങ്ങിയിരിക്കുന്നു. അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കുന്നില്ല. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ അദ്മയെ പോലെ ആക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയീമിനെ പോലെ ആക്കി തീർക്കും? എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. എൻ്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു. എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല. ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ. ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചും കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് ഒരു പക്ഷിയെ പോലെയും അശ്ശൂർ ദേശത്തു നിന്ന് ഒരു പ്രാവിനെ പോലെയും വിറച്ചും കൊണ്ടുവരും. ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എഫ്രയീം കപടം കൊണ്ടും ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദയും ദൈവത്തോടും വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു.